ഹായ് ഹലോ. അപ്പോൾ നമ്മുടെ കാശ്മീരിൽ സെക്കൻഡ് ഡേ വ്യൂ ആണിത്. നമ്മൾ ഗുൽമാർഗ് എന്ന് പറയുന്ന ഗൊണ്ടോല എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള യാത്രയാണ്. അതിൻ്റെ സൈഡിലുള്ള മനോഹരമായ പൈൻ ട്രീസും നമ്മുടെ ദേവദാരു ഒക്കെയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ കേബിൾ കാർസ് ആണ്. അപ്പോൾ കേബിൾ കാർസിലൂടെ എല്ലാം യാത്രയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. പക്ഷേ നമുക്ക് അത് മിസ്സായിപ്പോയി. ശരിക്കും അതൊരു വലിയ നഷ്ടമാണ്. അതൊരു ചെറിയ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കൊണ്ട് സംഭവിച്ചു പോയതാണ്. ശരിക്കും ഇത് നല്ല മഞ്ഞുകാലമാണെങ്കിൽ ഇവിടെ ഫുള്ള് ഐസ് വീണിട്ടുണ്ടാവും. പക്ഷേ നമ്മളിതിപ്പം ഇവിടുത്തെ സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ തീരെ കോൾഡ് ഇല്ലാത്തൊരു ടൈമാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴെ നിന്ന് അവർ നമ്മൾക്ക് മുകളിൽ ഇടാൻ വേണ്ടിയിട്ട് കോട്ടും ബൂട്ട്സൊക്കെ തരും. പക്ഷേ നമ്മളവിടെ പോയി വാടകയ്ക്ക് തരും. പക്ഷേ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം ഇത് ഭയങ്കര ഹോട്ട് സീസണായിരുന്നു. നമ്മൾ ഇട്ടിട്ട് ഊരി കയ്യിൽ പിടിക്കുകയായിരുന്നു ചെയ്തത്. ഇവിടെ ഗുൽമാർഗും സോനാമാർഗ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. നമ്മൾ സോനാമാർഗിൽ കുതിരപ്പുറത്ത് യാത്ര ചെയ്യുകയും ഇവിടെ നമ്മൾ സുമോയിൽ കേബിൾ കാർസിലേക്ക് പോവുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ ആദ്യം തന്നെ കുതിരപ്പുറത്ത് കയറി. അപ്പോൾ അടുത്തുള്ള കേബിൾ കാർസിൻ്റെ അടുത്തേക്ക് അവർ പോവാതെ അവർ വളഞ്ഞ് കേബിൾ കാറിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും ഒരുപാട് ലേറ്റായി. ആ ലേറ്റായത് കാരണം നമുക്ക് ശരിക്കും ഒരു ഭയങ്കര മിസ്സിങ് ആയിരുന്നു. എന്താ പറയുക, അവിടെ ഗൈഡായിട്ട് ഒരാൾ വന്നിരുന്നു. അയാളോട് നമ്മൾ അത്യാവശ്യം വഴക്കുണ്ടാക്കി. കാരണം അയാളെ കൂട്ടിയതായിരുന്നു പ്രശ്നം. ഇവിടുത്തെ കുതിരപ്പുറത്ത് നമ്മൾ നന്നായി എൻജോയ് ചെയ്തു. ഈ കുതിര സവാരി വളരെയധികം എൻജോയ് ചെയ്തു. ഇവിടെ കുതിരപ്പുറത്ത് പോകുമ്പോൾ ഓരോരുത്തരും നിങ്ങൾക്ക് ലേഡീസിൻ്റെ അടുത്തേക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് വേണോ എന്ന് ചോദിക്കും. നമ്മൾ അതിന് സ്ട്രിക്ട്ലി നോ പറഞ്ഞു. കുറേ നേരം നമ്മുടെ പിറകെ വന്ന് പിന്നെ അവർ തിരിച്ചുപോയി. ഇവിടെയൊക്കെ ഒരുപാട് ഫിലിംസൊക്കെ ഷൂട്ട് ചെയ്ത നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ്. നമ്മുടെ ലാവൻഡറൊക്കെ പൂത്തൊലഞ്ഞ് നിൽക്കുന്നുണ്ട്. ചിച്ചും ജായും ഒക്കെ സെപ്പറേറ്റ് കുതിരേൻ്റെ മേലെയാണ് പോയത്. ആദ്യം ഒത്തിരി പേടി തോന്നിയെങ്കിലും പിന്നെ ഭയങ്കര കംഫർട്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ എൻജോയ് ചെയ്താണ് ഈ കുതിര സവാരി വളരെയധികം ഭയങ്കര മോസ്റ്റ് ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു. അതിനിടയിൽ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള വീഡിയോഗ്രാഫിക്കുള്ള ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളത് ഓക്കെ പറഞ്ഞു. അയാളുടെ ഇടയ്ക്കിടയ്ക്ക് ചില സ്ഥലങ്ങളിലൊക്കെ നിർത്തി ഒരു കൊട്ടാരമൊക്കെ ഉണ്ടായിരുന്നു. ഇതൊരു പാലസാണ്. ആ പാലസിൻ്റെ അവിടെ നിന്നുള്ള ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോസൊക്കെ എടുത്ത് വീണ്ടും നമ്മൾ കുതിരപ്പുറത്ത് കയറി ഗുൽമാർഗ് ഗൊണ്ടോല എല്ലാ സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ കംപ്ലീറ്റ് കവർ ചെയ്ത് നമ്മൾ തിരിച്ചെത്തി. കേബിൾ കാർസ് നമുക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റിയതേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയില്ല. ഇത് കുതിരപ്പുറത്ത് നിന്ന് സെൽഫി എടുക്കുമ്പോൾ എൻ്റെ ഫോണിൻ്റെ സെറ്റിങ്സ് മുഴുവൻ ഗൂഗിൾ കൊണ്ടുപോയി. ഭയങ്കര കോമഡിയായിരുന്നു. അതിനുശേഷം എനിക്കൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇത് നമ്മൾ തിരിച്ച് വരുമ്പോൾ ഈ പൂക്കൾ ഒരുപാടുണ്ട് കേട്ടോ സൈഡിലൊക്കെ. പക്ഷെ ഇവർ പറയും ഇത് ചൊറിയും, ഇത് തൊട്ടാലെന്നൊക്കെ പറഞ്ഞു. ഞാൻ തലയിലൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്കൊന്നും പറ്റിയില്ല, അറിയില്ല. നല്ല വ്യൂസാണ്, നല്ല ഫ്ലവറും ഇതൊക്കെ. തിരിച്ച് നമ്മൾ ഇറങ്ങുന്ന കാഴ്ചകളാണ്. ഒരുപാട് ഹൈറ്റിലാണ് ഈ ഗുൽമാർഗുള്ളത്. അവിടെ നിന്ന് തിരിച്ച് നമ്മൾ ഇറങ്ങി താഴെ എത്തിയിട്ട് ആ കോട്ടൊക്കെ നമ്മൾ കൊടുത്ത് ഇവിടെ നിന്ന് നമ്മൾ പുറത്ത് പോയി. ഗുൽമാർഗിലെ കേബിൾ കാർ എൻജോയ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുള്ള ഒരു വിഷമം നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് സെക്കൻഡ് ഡേ നമ്മൾ ശരിക്കും ഒരു പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയില്ല എന്ന് തോന്നി. കാരണം ഇത്രയും ദൂരം വന്ന് ഇത്രയും ഫേമസ് ആയ കേബിൾ കാർസിൽ കയറാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിഷമം തന്നെയായിരുന്നു. ഇത് ഓൺലൈൻ ബുക്കിംഗ് ആണ്. ഇനി കാശ്മീരൊക്കെ വരുന്നവർ എന്തായാലും നാട്ടിൽ നിന്ന് തന്നെ ഓൺലൈനായിട്ട്
ബുക്ക് ചെയ്തിട്ട് അപ്പോൾ കേബിൾ ഇതാണ് കാർസ് നമ്മുടെ ബുക്ക് കാശ്മീരിലെ ചെയ്തിട്ട് സെക്കൻഡ് ഡേ തന്നെ വ്യൂസ് വരുന്നതാണ് നല്ലത്. സ്ഥലത്തുള്ള അപ്പോൾ വ്യൂ ആണിത്. അപ്പോൾ ഇനി നെക്സ്റ്റ് 3rd ഡേ ഉണ്ട്. നെക്സ്റ്റ് വീഡിയോസായിട്ട് വീണ്ടും പെട്ടെന്ന് തന്നെ വരാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇതുപോലെ ട്രാവൽ ചെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും ഒരുപാട് നിങ്ങൾക്ക് കാണാം. അപ്പം ഓക്കെ, ബൈ.